നമസ്കാരം, ഞാൻ വിഷ്ണുദത്ത്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. ഖേദം പ്രകടിപ്പിച്ച് ദിലീപ്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ വിവാദം തുടരവെ അപകീർത്തി പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് നടൻ ദിലീപ്. ചാനൽ ചർച്ചയിൽ താൻ സംസാരിച്ചതിനെ തെറ്റായി വ്യാഖ്യാനിച്ചു. തന്റെ വാക്കുകൾ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും താരം. വിശദീകരണം: അപകീർത്തി പരാമർശത്തിൽ ദിലീപിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം അമ്മായോഗത്തിൽ ചർച്ചയായില്ലെന്ന് റിമ കല്ലിങ്കൽ. സംഭവം ജനറൽ ബോഡിയിൽ ഉന്നയിച്ചു. സ്ത്രീകളുടെ സുരക്ഷ സംബന്ധിച്ച് അമ്മ പിന്തുണ നൽകിയതായും വിശദീകരണം. അതിനിടെ നടിക്കെതിരായ അപകീർത്തി പരാമർശത്തിൽ നിർമ്മാതാവ് സജി നന്ദ്യാട്ടിനെതിരെ വനിതാ കമ്മീഷനിൽ പരാതി നൽകുമെന്ന് വിമൺ ഇൻ സിനിമ കളക്ടീവ്. മാരത്തൺ മൊഴിയെടുപ്പിന് പിന്നാലെ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വീണ്ടും ചോദ്യം ചെയ്യാനൊരുങ്ങി പോലീസ്. കൂടുതൽ കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരുത്താനുണ്ടെന്ന് ആലുവ റൂറൽ SP. താരത്തിന്റെ പരാതി വിശദമായി പരിശോധിക്കാനുണ്ട്. അതിനുശേഷമേ കേസെടുക്കുന്ന കാര്യം പരിഗണിക്കാനാവൂ എന്നും വിശദീകരണം. കേസിൽ നാദിർഷയെയും വീണ്ടും ചോദ്യം ചെയ്യും. മൂന്നാറിൽ കടുപ്പിച്ച്. മൂന്നാർ കയ്യേറ്റ വിഷയത്തിൽ പാർട്ടി സെക്രട്ടറിയുടെ വാദം തള്ളി റവന്യൂ മന്ത്രി. സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കണോ എന്ന കാര്യം താൻ തീരുമാനിക്കുമെന്ന് E. ചന്ദ്രശേഖരൻ. പാർട്ടി സെക്രട്ടറി പറഞ്ഞത് അദ്ദേഹത്തിന്റെ നിലപാട്. യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നും മന്ത്രി. പ്രതികരണം: റവന്യൂ സെക്രട്ടറി വിളിച്ച മറ്റന്നാളത്തെ യോഗത്തിൽ CPI പങ്കെടുക്കരുതെന്ന പാർട്ടി സെക്രട്ടറിയുടെ നിർദ്ദേശത്തിന് പിന്നാലെ മുന്നണി യോഗത്തിൽ ജനപ്രതിനിധികളായി പാർട്ടിയിൽ നിന്ന് ആരും പങ്കെടുക്കരുതെന്നും നിർദ്ദേശം. പ്രതിസന്ധി മുറുകിയതോടെ മുന്നണി ബന്ധത്തിന്റെ കെട്ടുറപ്പിൽ യോഗം നിർണായകം. അതേസമയം റവന്യൂ മന്ത്രിയെ മാറ്റണമെന്ന S. രാജേന്ദ്രൻ MLA വാദം തള്ളി കോടിയേരി. E. ചന്ദ്രശേഖരനെ മാറ്റണമെന്നത് രാജേന്ദ്രന്റെ മാത്രം അഭിപ്രായം. CPM-ന് അത്തരത്തിലൊരു നിലപാടില്ല. മൂന്നാറിൽ യോഗം വിളിച്ചത് ഇടുക്കിയിലെ ഇടതുമുന്നണി നേതാക്കൾ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ. നയപരമായ കാര്യങ്ങളിൽ CPM-CPI തർക്കങ്ങളില്ലെന്നും സംസ്ഥാന സെക്രട്ടറി. രണ്ടാം വരവിന് ബെഹ്റ. 1.5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ലോക്നാഥ് ബെഹ്റ വീണ്ടും പോലീസ് മേധാവി കസേരയിലേക്ക്. സീനിയോറിറ്റി മറികടന്നുള്ള രണ്ടാം വരവിൽ അമിതാവേശമില്ലെന്ന് ബെഹ്റ. തൊടുന്നതെല്ലാം വിവാദമാക്കിയ 11 മാസത്തെ സേവനകാലം കൂടുതൽ ജനകീയമാക്കാൻ പോലീസ് സേനയിൽ ബെഹ്റ സമഗ്ര അഴിച്ചുപണികൾ നടത്തുമെന്നും സൂചന. ബെഹ്റ മേധാവിയാകുന്നതോടെ വിജിലൻസ് തലപ്പത്ത് ആരെന്നതിൽ ഇനിയും തീരുമാനമായില്ല. ADGP NC അസ്താനയും ഋഷിരാജ് സിംഗും പരിഗണനയിലെങ്കിലും CPM-ലെ ഒരു വിഭാഗം A. ഹേമചന്ദ്രന് വേണ്ടി വാദിക്കുന്ന സാഹചര്യത്തിൽ ആരെ നിയമിക്കണമെന്നതിൽ ആശങ്ക. വിജ്ഞാപനം പുറപ്പെടുവിച്ച് കമ്മീഷൻ. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനായുള്ള സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായതിനു പിന്നാലെ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആഗസ്റ്റ് 5-ന് തിരഞ്ഞെടുപ്പ് നടത്തി അന്നു തന്നെ ഫലം പ്രഖ്യാപിക്കും. നാമനിർദ്ദേശ പത്രിക ജൂലൈ 21-ന് മുൻപ് സമർപ്പിക്കണമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം: ഉപരാഷ്ട്രപതി ഹാമിദ് അൻസാരിയുടെ കാലാവധി ആഗസ്റ്റിൽ അവസാനിക്കുന്ന സാഹചര്യത്തിൽ പുതിയ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുക 790 പാർലമെന്റ് അംഗങ്ങളടങ്ങിയ ഇലക്ടറൽ കോളേജ്. 2007 ഓഗസ്റ്റിൽ 13ാം ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റ അൻസാരി 2012-ൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.